നമ്മൾ തന്നെ ഒരു എത്തിക്സ് വെക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമ്മുടെ മുന്നിൽ. കാരണം അത്രയും ടെക്നോളജി മുന്നിലേക്ക് പോയി. കാരണം ഇറ്റ്സ് ബിയോണ്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റണതിനേക്കാളും കൂടുതൽ കാര്യങ്ങളായി. ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മളിപ്പോ AI തുടങ്ങിയാലും ഇപ്പൊ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളായാലും ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ 2022 തൊട്ട് ഈ ഒരു സമയം കൊണ്ട് വീഡിയോ വരെ ഒരു ചെറിയൊരു പ്രോംപ്റ്റില് ജനറേറ്റ് ആവുന്ന അതിന്റെ വളർച്ച ഒന്ന് ആലോചിച്ച് നോക്ക് എത്രത്തോളം എന്നുള്ളത്. എല്ലാ പ്രൊഫഷനും മാറി പുതിയ പുതിയ ജോബുകൾ വരും AI റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജോബ് ആയിരിക്കില്ല ഇനി വരാൻ പോണം. വേറൊരു കൈൻഡ് ഓഫ് ജോബ്, AI പ്രോംപ്റ്റിംഗ് സ്റ്റൈല്, AI ആർട്ട് ഡയറക്ടേഴ്സ്, AI മ്യൂസിക് ഡയറക്ടേഴ്സ്, AI ഫിലിം ഡയറക്ടേഴ്സ്, അങ്ങനെ വരും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ തന്നെ AI ഫിലിംസ് വരും. ഇവിടെ UAE നടന്നു വരണം. ഞാൻ ജൂറി ആയിരുന്നു അതിന്റെ. അപ്പോൾ അതുപോലത്തെ ഇഷ്ടം പോലെ കാര്യങ്ങൾ വരും. ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ഫസ്റ്റ് AI എക്സിബിഷൻ നടന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൽ. അതിൽ ഞാനുണ്ടായിരുന്നുള്ള ആകെ ഒരു ഏഷ്യക്കാരൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 16 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഷെയ്ഖ ലത്തീഫ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരിയാണ് സപ്പോർട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ സമയത്തും ഒന്ന് നോക്കുക ഇതിന് എത്രത്തോളം ഇവരെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലേക്കൊക്കെ വരും ഇനി മനുഷ്യൻ കുറച്ചും കൂടെ ഇവരെല്ലാം പുതിയ പുതിയ ജോലികളും പുതിയ കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ആ മാറ്റത്തിൻ്റെ കൂടെ പതിയെ മാറുകയാണ്. UAE കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണല്ലോ. AIക്ക് ഒരു മിനിസ്റ്റർ തന്നെ ഉണ്ട് ഇവിടെ. അതൊരു വലിയ മുന്നേറ്റമാണ്. അതിപ്പോ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ 1000 പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവരികയാണ് രാജകുമാരൻ. അപ്പൊ അതിലൊക്കെ ഭയങ്കര ത്രില്ഡാണ്. കുറെ കാര്യങ്ങൾ, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരും ആൾക്കാർക്ക്. പക്ഷെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പൊ ആ ഒരു മാറ്റത്തിന് റെഡി ആയി കഴിഞ്ഞിട്ട് എന്താണ് പുതിയ ഒരു കാര്യം ചെയ്യേണ്ടതെന്നുള്ള രീതിയിലേക്ക് നമ്മൾ തിരിയണം. അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ സമീപിക്കുന്നത്? ഒരു ടിപ്പിക്കൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിപ്പോ ഇപ്പൊ തോട്ട് തോന്നുന്നു. എനിക്ക് കൂടുതലും ഡ്രീംസ് ഞാൻ എഴുതി വെക്കും. അതാണ് എൻ്റെ ഡ്രീംസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പൊ സ്നോ ഒക്കെ എൻ്റെ ഡ്രീം ആയിരുന്നു. അപ്പൊ ആ ഡ്രീം കാണുമ്പോൾ അതെന്താണ് വിഷ്വലി ചെറുപ്പം ആ ഒരു ത്രെഡ് മാത്രം എനിക്ക് കിട്ടുക. പക്ഷെ ആ ത്രെഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുക. ഞാൻ കുറെ ബേബി ആനിമൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, മൈക്രോ സാധനങ്ങളൊക്കെ. അതൊക്കെ എൻ്റെ ഡ്രീം ആയിരുന്നു. നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുന്ന ആനക്കുട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ അന്ന് ചെയ്തിട്ടുള്ളതാണ് 2 കൊല്ലം മുമ്പ്. ഇപ്പൊ പിള്ളേരെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഡ്രീമുകൾ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതെങ്ങനെ വിഷ്വൽ ചെയ്യാം, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക ചെയ്യും. ഒരു റഫ് സ്കെച്ച് ആയിരിക്കും. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യും. ഒന്ന് ചെറിയൊരു ഇമേജ് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ AI തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് നമ്മളൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. വേഗമായിട്ടൊരു തോട്ട് വരുന്നതാണോ, അതല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യണം അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു മേഖലയിൽ ചിന്തിക്കുന്നതാണോ? അല്ല, ഞാനിപ്പോൾ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പോണ സമയത്തായിരിക്കും എന്തെങ്കിലും കിട്ടുക. പക്ഷെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ഡ്രീം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന കാര്യം മാത്രമല്ല, എൻ്റെ സ്വപ്നമാണത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്താണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോട്ട് ഇടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗർഭിണിയായ അമ്മയുടെ അവസ്ഥയാണ്, എങ്ങനെയെങ്കിലും പ്രസവിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ആയി പിന്നെ ഞാൻ ഇങ്ങ് നിൽക്കില്ല, നേരെ സിസ്റ്റത്തിൽ പോയിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, അതിന് ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട എന്താണോ അതിലേക്ക് മോഡ് മാറും. ഈവൻ ഫാമിലിയുടെ അടുത്ത് വരെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആ ടൈമിന് ഭയങ്കര കുറവായിരിക്കും. ഞാൻ ആരെ അടുപ്പിക്കില്ല ആ സമയത്ത്. എനിക്കത് തീർക്കണം എങ്ങനെയെങ്കിലും. അത് തീരണ വരെ സിസ്റ്റത്തിൽ നിന്ന് എഴുന്നേക്കില്ല. ചില പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് AI-ലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ആരെ അറിയിക്കാറില്ല. അത് എൻ്റെ അങ്ങനെ ഒരു സെൽഫായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ എത്ര നൈറ്റ്സ് അതൊരു കാര്യം നമ്മൾ തുടങ്ങിയാൽ അത് ചെയ്യാണ്ട് പിന്നെ നിർത്താൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയാ, ഡെഡിക്കേറ്റഡ് ആണ് അതിനോട്. താങ്കളുടെ ഇതുവരെയുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അത് താങ്കളുടെ സ്റ്റൈലിനെയും തീമിനെയും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എൻ്റെ ഫേസ് വരാതെ വർക്കിൽ കൂടെ ആൾക്കാർക്ക് മനസ്സിലാവണം. ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഫേസ് കൂടുതൽ പേര് കണ്ടിട്ടില്ല. കാരണം ഞാൻ കൂടുതൽ എൻ്റെ പ്രൊഫൈലിൽ വരെ ഫേസ് കാണിക്കൽ ഭയങ്കര കുറവാണ്. ഏതെങ്കിലും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുക. അല്ലാതെ ഞാൻ ലൈവ് പോലും വരൽ കുറവാണ്. എന്നെ എപ്പോഴും ആ ഒരു പേര് ഇങ്ങനെ ഒരു വർക്ക് കൂടെ അറിയപ്പെടണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അത് അറിയപ്പെടണം എന്നല്ല, ആൾക്കാരിലേക്ക് എത്തണം. എന്താണ് അവയർനെസ്, എന്താ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഐഡിയാസ്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, AI-യുടെ പോസിബിലിറ്റീസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്തായാലും. താങ്കള് വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നെ ഒരുപാട് പേര് വരച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ സെൽഫ് ചെയ്യാറില്ല. അല്ലാതെ ഞാൻ വേറെ വരയ്ക്കാറുണ്ട് കേട്ടോ. നോർമലി ഞാൻ സ്കെച്ച് ഉണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ സെൽഫ് പോർട്രേറ്റ്
നോക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകിയ വർക്ക്സ് ഏതായിരുന്നു സ്വയം? ഒരുപാട്, എല്ലാം എൻ്റെ ബേബീസാണ് പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ ഏത് കൊച്ചിനാണ് ഇഷ്ടമുള്ളതെന്ന് ചോദിച്ച പോലെയാണ്. ഇപ്പോൾ ഞാൻ എടുത്തു പറയാനായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം എടുത്തിട്ട് ഞാൻ ചെയ്ത 2 പ്രൊജക്റ്റ് ഉണ്ട്. ഒരു പ്രൊജക്റ്റ് നമ്മുടെ മരുഭൂമിയിൽ ഒരു ഞാൻ എപ്പോഴും ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ആലോചിക്കും, നമ്മൾ ഇതിലേക്കൂടെ പോകുമ്പോൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മരുഭൂമി കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു കടൽ പോലെ അല്ലേ. എനിക്ക് തോന്നാറുണ്ട് ഈ കടലിൽ പോയാലും തോന്നുന്നത് ഇതൊരു മരുഭൂമി പോലെ. രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മരുഭൂമിയിൽ കടലിന്റെ ഫീച്ചേഴ്സ് കുറച്ച് കൊണ്ടുവന്നു. ഒരാള് ഇങ്ങനെ മരുഭൂമിയിൽ വല വീശണത്, പിന്നെ അതുപോലെ ഡോൾഫിൻസ് മരുഭൂമി കൂടി ചാടണം. അതൊരു സറിയൽ കോൺസെപ്റ്റ്. അതില് കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. മരുഭൂമിയിൽ ഒരു കപ്പൽ വന്ന് നിന്നിട്ട് കുറെ എന്താ പറയുക, കുറെ അറബ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷ്വല് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള. അത് ചെയ്യാൻ വേണ്ടി ഏകദേശം ഞാനത് എയിലാണ് ചെയ്തെങ്കിലും ഫോട്ടോഷോപ്പും കൂടി കൂട്ടെ ആ ഒരു വർക്കാണ് ഈ അടുത്ത് ചെയ്തിട്ടുള്ള. ഒരു ഏകദേശം 2-3 ആഴ്ച ഞാൻ അതിന്റെ പിന്നിൽ തന്നെ ഇരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെയിം സെഗ്മെന്റ് ഞാൻ ഒരു ക്ലൗഡും ചെയ്തു. വെച്ചിട്ട് ക്ലൗഡിൽ എന്താ പറയാ ഡോൾഫിൻ ചാടുന്നത് സെയിം സെഗ്മെന്റ്. അപ്പോൾ ഈ രണ്ട് പ്രൊജക്റ്റും വന്നത് അടുപ്പിച്ച് 2 ആഴ്ചകളില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും ഭയങ്കര ക്രിയേറ്റീവ് പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് A to Z ഓരോ വിഷ്വൽസും ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള. പക്ഷെ അതൊട്ടും ശ്രദ്ധിക്കപ്പെടാത്തൊരു വർക്കാണ്. അത് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ എല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷെ ഇതിനോട് എനിക്കൊരു പ്രത്യേക ഒരു അടുപ്പുണ്ടായിരുന്നു. കാരണം അത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ വന്നൊരു തോട്ടായിരുന്നു, അങ്ങനെ പറയാം. നമ്മൾ ഓരോ സൃഷ്ടിയും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുകയാണല്ലോ, നമ്മളത് പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർ കോമെന്റ് ചെയ്യുന്നു. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു ഫീഡ്ബാക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈല് മാറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എഐക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തെറിയിട്ടിട്ടുള്ള ആളെ ഞാനെന്ന് പറയാം. അത്രയും മോശം കമന്റ്സും മെസ്സേജസും ആളുകൾ വെറുതെ വന്ന് ഇൻബോക്സിൽ കയറിയിട്ട് ചീത്ത വിളിച്ചിട്ട് പോകാറുണ്ട്. അത്രയും മോശമായിട്ട് ഞാൻ കിട്ടാറ്. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എനിക്ക് അതൊക്കെ കിട്ടുന്നത് ഞാനൊരു അവാർഡായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ഈ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഞാൻ ഒരാളുടെ കോട്ട് കണ്ടിട്ടുണ്ട് എവിടെയോ റീലിൽ. നമ്മൾ ഈ ഇതുപോലെ കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് വലിയൊരു കോട്ട പണിഞ്ഞിട്ട് അതിന്റെ മേലെ കയറി നിൽക്കുക. അപ്പൊ പിന്നെ ഇവർ എറിഞ്ഞാൽ എത്താത്ത രീതിയിലാവുക. അങ്ങനെ നിൽക്കണം, ഞാൻ അങ്ങനെ വിചാരിക്കാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വേണം, എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് പോകും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എല്ലാം പോസിറ്റീവ് കമന്റ് വന്നാൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. മാവുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും പറയാതെ ശരിയാണ്. നമ്മൾക്ക് ഈവൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മൾ ഒരു ഉപദ്രവം ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കൺസേൺ അല്ലാത്ത പല ആൾക്കാരും നമ്മൾ വെറുതെ വന്ന് തെറി വിളിച്ചിട്ട് പോവാം. അതങ്ങനെയാണ്, അതൊരു നേച്ചറാണ്. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ.